യെസ്, കഴിഞ്ഞ ലെസൺ നിങ്ങൾ പ്രാക്ടീസ് ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഓരോ ലെസണും കഴിയുമ്പം വീണ്ടും വീണ്ടും പറയുന്നത് റിമൈൻഡറാണ്. ഇത് വെറുതെ കേട്ട് സിനിമ കാണുന്നത് പോലെ ഇരുന്നാൽ ഒരു ഗുണവുമില്ല. ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്യണം. ഇത് എൻ്റെ ലൈഫിൽ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. അത് പക്ഷേ എന്നെ പഠിപ്പിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനുണ്ടല്ലോ. നമ്മുടെ ലൈഫിലേക്ക് ചില ആളുകൾക്ക് സെൽഫ് മോട്ടീവ് ആകാം, സെൽഫായിട്ട് മോട്ടിവേറ്റഡ് ആയി വരും. അത്തരം ആളുകളിൽ ഒരാളാണ് ഞാൻ. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എപ്പോഴും പറഞ്ഞിരുന്ന ഒരു വേർഡുണ്ട്, അല്ലെങ്കിൽ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ പാടിയിരുന്ന ഒരു പാട്ടുണ്ട്. ഒരു നാൾ ഞാനും ചേട്ടനെ പോലെ വളരും വലുതാകും, ചേട്ടനെ പോലെ ബ്രിട്ടാനിയ മിൽക്ക് ബിക്കീസ് തന്നെ തിന്നും. ഇത് ഞാൻ പാടിയിരുന്നത് എൻ്റെ ലൈഫിൽ എന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ സെൽഫായിട്ട് പാടിയിരുന്നതാണ്. കാരണം എൻ്റെ മനസ്സിലെ എപ്പോഴും വലിയ ഒരു റോൾ മോഡൽ എൻ്റെ ബ്രദറായിരുന്നു. എൻ്റെ ബ്രദറിനെ പോലെ ആകണമെന്നതാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമായിരുന്നത്. അപ്പോൾ ബ്രദറിനെ പോലെ നടക്കണം, ബ്രദറിനെ പോലെ സംസാരിക്കണം, ബ്രദറിൻ്റെ പോലെ കോസ്റ്റ്യൂംസ് ഉപയോഗിക്കണം, ബ്രദറിൻ്റെ പോലെ വാഹനങ്ങൾ ഉപയോഗിക്കണം എന്നതൊക്കെ എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് സെൽഫായിട്ട്. എന്നെ ആരും പറഞ്ഞു തന്ന് പഠിപ്പിച്ചൊന്നുമല്ല. അങ്ങനെ ആ മോട്ടിവേഷനാണ് ഇന്ന് നിങ്ങൾക്ക് ഡെലിവർ ചെയ്യുന്ന ഈ ടോക്ക്. ഇത് ഞാൻ പറയാൻ കാരണം, അങ്ങനെ വന്നപ്പോൾ എൻ്റെ കയ്യിൽ എൻ്റെ ഓർമ്മയിലുണ്ട്, എൻ്റെ ഓർമ്മയിൽ 95 മറ്റോ ആണെന്ന് തോന്നുന്നു എൻ്റെ കയ്യിലേക്ക് ആദ്യം വന്ന ബുക്ക്. ഒരു പക്ഷേ എന്നെ ട്രെയിനറിലേക്ക് കൊണ്ടുവരാൻ എന്നെ ആദ്യം പ്രചോദിപ്പിച്ച ആദ്യത്തെ ബുക്ക് എന്ന് പറയുന്നത് യു ക്യാൻ വിൻ എന്ന ശിവക്കരയുടെ ബുക്കാണ്. യു ക്യാൻ വിൻ എന്ന ബുക്ക് കയ്യിൽ കിട്ടിയപ്പോഴാണ് ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് എന്ന ഒരു കാര്യം ഈ ലോകത്ത് നടക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലായത്. ആ ബുക്ക് വായിച്ചിട്ട് ആ ബുക്കിനകത്തുള്ള കണ്ടൻറ്റ് മുഴുവൻ ഇത് ഞാൻ പ്രത്യേകം ഇവിടെ പറയാം. ഈ കണ്ടൻറ്റ് ആ ബുക്കിന് എത്രയോ 400 രൂപ മറ്റോ വരുന്നത്, അന്ന് 250 രൂപ മറ്റായിരുന്നു. ആ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു 5 വർഷം മുൻപ് ഈ 2001 മറ്റോ ശിവക്കര ഒരു തവണ ഇവിടെ എറണാകുളത്ത് വന്ന് ഒരു ക്ലാസ് അനൗൺസ് ചെയ്തപ്പം ഒറ്റ ദിവസത്തെ ക്ലാസ്സിന് അദ്ദേഹം 25,000 റുപ്പീസാണ് ചാർജ് ചെയ്തത് ഒരു പാർട്ടിസിപ്പൻ്റെ കയ്യിൽ നിന്ന്. 25,000 റുപ്പീസ്. എന്നിട്ട് ആ ക്ലാസ്സിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ ഈ ബുക്കിനകത്തുള്ളത് മാത്രമായിരുന്നു. ആ ബുക്കിനകത്ത് എത്രമാത്രം കണ്ടൻറ്റ് ഉണ്ട് എന്നുള്ളതാണ് ഇത് ശ്രദ്ധിക്കാൻ വേണ്ടി പറയുകയാണ്. അതായത് ഒരാളൊരു ഇൻഫോർമേഷൻ പറയുമ്പോൾ അതിൻ്റെ പുറകിൽ ഒരുപാട് കാലത്തെ എഫേർട്ട് ഉണ്ടായിരിക്കും. ആ എഫേർട്ടിനെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റണം. അപ്പോൾ സിനിമ കാണുന്ന പോലെ കാണാതെ ഇത് ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്ന ഒരു നോട്ടോട് കൂടിയാണ് ഈ ലെസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഈ ലെസന് ഒരു പ്രത്യേകത പറയാൻ വേണ്ടിയിട്ടാണ്. ലീഡ് ആസ് എ ടീം. അതായത് ടുഗദർ എവ്രി വൺ അച്ചീവ്സ് മോർ. അതായത് ഈ സമൂഹം എന്ന ടുഗദർ എല്ലാവരും ഉള്ള ഈ ലോകത്ത് എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൂടുതൽ കിട്ടും. അതായത് ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഒന്നും സക്സസ് അല്ലെങ്കിൽ കൂടുതൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിൽക്കുകയാണെങ്കിൽ കൂടുതൽ കിട്ടുമെന്നാണ് ഇതിന് ഉദ്ദേശിക്കുന്നത്. ഇത് ഞാൻ പറയാൻ കാരണം, നമ്മുടെ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഡിഫറെൻറ്റ് കാറ്റഗറിയിലുള്ള ആളുകളായിരിക്കും. അപ്പോൾ ആ കാറ്റഗറിയിൽ നിന്ന് നമ്മൾക്ക് ഒരു പക്ഷേ ഈ സമൂഹത്തിലുള്ള ഡിഫറെൻറ്റ് തരത്തിലുള്ള ആളുകളിലേക്ക് ഏത് ജോബിലേക്ക് വേണം നമുക്ക് വരാം. അപ്പോൾ ഇവിടെ 3 തരത്തിലുള്ള ആളുകളുണ്ട്. ഒന്ന് വിഷണറീസ് എന്ന് പറയുന്നത് ഇന്ന് സമൂഹത്തിലുള്ള കാര്യങ്ങളെ, ഇന്ന് സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ, അതിന് അപ്പുറത്തേക്ക് കാര്യങ്ങളെ കാണാൻ കഴിയുന്ന ആളുകളെയാണ് പറയുന്നത് വിഷണറീസ്. ഇന്ന് ഈ ലോകത്ത് ഇല്ലാത്ത കാര്യങ്ങൾ കണ്ടെത്താനുള്ള കഴിവ്, ഒരു ക്രിയേറ്റീവാണ് അവർ. വളരെ ഇന്ന് ലോകത്തില്ലാത്ത കാര്യങ്ങളെ അവരെ മനസ്സിലേക്ക് വരും. അവർക്കിത് എങ്ങനെ ചെയ്യണമെന്നൊന്നും അറിയില്ല, പക്ഷെ അവർ വളരെ ക്രിയേറ്റീവായിട്ട് ഇല്ലാത്ത കാര്യങ്ങളെ ഭാവനയിൽ കാണാൻ കഴിവുള്ള ആളുകളെയാണ് വിഷണറീസ് എന്ന് പറയുന്നത്. അപ്പോൾ സമൂഹത്തിൽ വിഷണറി പേഴ്സൺസിന് വേണം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷണറി പേഴ്സൺ ആക്കാം. നിങ്ങളുടെ ഒരു പ്രത്യേക, എല്ലാവർക്കും ഇവിടെ 700-800 കോടി ജനങ്ങളുണ്ട് ലോകത്ത്. എല്ലാവരും യുണീക്കാണ്. എന്തെങ്കിലുമൊക്കെ പുതുമകൾ എല്ലാവർക്കും ഉണ്ടാകും, എന്തെങ്കിലും യുണീക്ക്നെസ് അവർക്കുണ്ടാകും. ആ യുണീക്ക്നെസ് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ ആ ആഗ്രഹം മറ്റു സമൂഹത്തിന് തോന്നാത്തതായിരിക്കാം. അപ്പോൾ ആഗ്രഹങ്ങളെ നിങ്ങൾ ഉപയോഗിക്കുക. അതിനെ എന്തെങ്കിലും തരത്തിലേക്ക് സമൂഹത്തിനോട് പറഞ്ഞിട്ട് ആ ആശയത്തിനെ സമൂഹത്തിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വിഷണറീസ്. അതിന് ഞാൻ നല്ല എക്സാമ്പിളും കൂടെ പറയാം കേട്ടോ. അപ്പോൾ രണ്ടാമത്തത് കേൾക്കുന്നുണ്ടോ? രണ്ടാമത്തെന്ന് പറയുന്നത് സ്ട്രാറ്റജിസ്റ്റ് എന്ന് പറയും. അതായത് ഈ വിഷണറി പേഴ്സൺ ഒരു കാര്യം പറഞ്ഞു, അത് അങ്ങേർക്ക് അറിയില്ല, അതെങ്ങനെ നടത്താമെന്നറിയില്ല.
പക്ഷേ അത് നടത്താനായുള്ള അതിൻ്റെ സ്ട്രാറ്റജിക്കലുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുക, അതിൽ തന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുക, ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുക. ആ ചെയ്യുന്ന ആളുകളെയാണ് പറയുന്നത് സ്ട്രാറ്റജി ടീം എന്ന് പറയുന്നത്. അപ്പോൾ വിഷണറീസ് ഉണ്ട്, അതിൻ്റെ തൊട്ട് താഴെ സ്ട്രാറ്റജി ടീമുണ്ട്, അതിൻ്റെ തൊട്ട് താഴെ ഒരു കാറ്റഗറി ആളുകളുണ്ട്, അവരെ പറയുന്ന പേരാണ് ഇംപ്ലിമെൻറ്റേഴ്സ്. അതായത് വിഷണറി പേഴ്സൺ മനസ്സിലൊരു കാര്യം കണ്ടു, അതിൻ്റെ താഴെയുള്ള ആളുകൾ അതിനുള്ള രൂപരേഖകൾ വരച്ചു, അതിൻ്റെ തൊട്ട് താഴെയുള്ള ആളുകൾ ആ പറയുന്ന കാര്യങ്ങളനുസരിച്ച് പ്രവർത്തിക്കും, ചെയ്യും. ഇങ്ങനെ 3 കാറ്റഗറി ആളുകളാണ് സമൂഹത്തിലുള്ളത്. ഞാൻ ഒന്നുകൂടെ പറയാം: വിഷണറി പേഴ്സൺ, സ്ട്രാറ്റജി, അതിനുശേഷം വരുന്നതാണ് ഇംപ്ലിമെൻറ്റിംഗ് ടീം. ഈ 3 ടീമിനകത്ത് ഏതെങ്കിലും ഒരു ടീമിലേക്ക് നമുക്ക് വരാൻ കഴിയും. ഓരോ ടീമിനും അതിൻ്റെ പ്ലസ്സുകളും അതിൻ്റെ മൈനസും ഉണ്ട്. ഓരോ ടീമിനകത്തും ഓരോരുത്തരുടെ സ്കില്ലുമായിട്ട് വളരെ കണക്റ്റഡ് ആണ്. അതായത് ചില ആളുകൾക്ക് സ്ട്രാറ്റജി തലത്തിലൊന്നും ചെയ്യാൻ കഴിയില്ല, ചിലർക്ക് ഭാവനകളൊന്നും വരില്ല. അത് അവരുടെ ആപ്റ്റിറ്റ്യൂഡാണ്, അതിൻ്റെ ഒരു കുറവായിട്ട് കാണുന്നു വേണ്ട. അത് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡിൽ അതില്ല, അതിനകത്ത് തെറ്റൊന്നുമില്ല, അതിലേക്ക് നിങ്ങൾ മോശമെന്നല്ല. പക്ഷേ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്താൽ കൃത്യമായിട്ട് ചെയ്യാൻ കഴിയുന്ന ആളാണ്. നല്ല ക്വാളിറ്റി അല്ലത്. ഈ മുകളിലത്തെ ആൾക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിങ്ങനെ വരയ്ക്കണം എന്ന് പറയുവാണെങ്കിൽ അതിങ്ങനെ വരച്ചു തരും. ആ വരച്ചു തരുന്ന ആളുകൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. ഇതിന് ഞാൻ എക്സാമ്പിൾ പറയട്ടെ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഏതാണ്? നിങ്ങൾക്കറിയാവോ? ആർക്കെങ്കിലും അറിയോ? ഓക്കെ, എങ്കിൽ കേട്ടോളൂ. ബുർജ് ഖലീഫയാണ്, ദുബായിലെ ബുർജ് ഖലീഫ. ഇത് 10-15 വർഷങ്ങൾക്ക് മുൻപ് ഇത് ആരാണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിനെ ഒന്നും കൂടെ ഞാൻ വ്യക്തമായിട്ട് പറയാം. റെഡിയല്ലേ? ഇത് ആരുടെ മനസ്സിലാണ് വന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് ഇന്നത്തെ ദുബായിയുടെ റൂളറായിട്ടുള്ള ബുർജ് ഖലീഫയുടെ ഫൗണ്ടർ, അല്ലെങ്കിൽ ഇതിൻ്റെ മനസ്സിൽ ഭാവനയിൽ കണ്ട ആളെന്ന് പറയുന്നത് ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറഞ്ഞ റൂളറാണ്. അതായത് ദുബായിയുടെ റൂളറാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിലാണ് എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ഈ നാട്ടിൽ വരണം എന്ന് കണ്ടത്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അങ്ങോട്ട് മനസ്സിൽ അങ്ങൊരു ആർക്കിടെക്റ്റ് ഒന്നും ആകണമെന്നില്ല, അങ്ങോട്ട് പറയുകയാണ് ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് ദുബായിൽ വരണം. ഇതൊരു വളരെ സ്ട്രോങ് ആയിട്ട് പറയണം. അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിങ് ഇത് ദുബായ് സംബന്ധിച്ച് ഫ്ലോട്ടഡായി കിടക്കുന്ന, സമുദ്രത്തിൽ ഫ്ലോട്ടഡായി കിടക്കുന്ന ഒരു ലാൻഡാണ്. ആ ലാൻഡിനകത്ത് ഒരു വലിയ ബിൽഡിംഗ് പണിയാന്ന് പറയുന്നത്, ഇന്ന് 168 നിലനിൽക്കുന്ന ബിൽഡിംഗ് പണിയാന്ന് പറയുന്നത് വളരെ വലിയൊരു ചലഞ്ചാണ്. പക്ഷെ ആൾ പറഞ്ഞു എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് എൻ്റെ നാട്ടിൽ വരണം. അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഒരു കൂട്ടം ആളുകളെ വിളിച്ച് അവരുടെ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടാവും എനിക്ക് ലോകത്തെ ഏറ്റവും വലിയ ബിൽഡിംഗ് എൻ്റെ നാട്ടിൽ വരണം. അപ്പോൾ ആ അങ്ങരുടെ വളരെ സ്ട്രോങ് ആയിട്ട് അഡമൻ്റായിട്ട് ഇല്ലാത്ത കാര്യങ്ങളെ നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അതിന് സ്ട്രാറ്റജി മനഞ്ഞ ആളുകളാണ് അതിൻ്റെ പുറകിലുള്ള ആർക്കിടെക്റ്റ്, അതുപോലെ തന്നെ സാംസങ് പോലുള്ള ബിൽഡേഴ്സ്. അങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പ് ആളുകൾ കൂടിയിട്ടാണ് ആ ബിൽഡിംഗ് എങ്ങനെ കൺസ്ട്രക്റ്റ് ചെയ്യണമെന്ന് തീരുമാനിച്ചത്. നിങ്ങൾ ബുർജ് ഖലീഫ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, അതിൻ്റെ താഴെ പോയി കഴിഞ്ഞാൽ അത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ബിൽഡിങ്ങിൻ്റെ ഒരു 10 സൈസേ ഉള്ളൂ, ഒരു 10 ബിൽഡിങ്ങിൻ്റെ സൈസ്. ചെറിയൊരു റേഡിയസിൽ കൂടിയാണ് പണിതിരിക്കുന്നത്, പക്ഷേ ഹൈറ്റ് വളരെ കൂടുതലാണ്. 865 മീറ്റർ അങ്ങോട്ടാണ് അതിൻ്റെ ഹൈറ്റ്. ആ ഹൈറ്റിലേക്ക് എങ്ങനെ പണിയാം? അപ്പോൾ ഇതിന് എന്ത് മെറ്റീരിയൽ ഉപയോഗിക്കാം, എന്ത് മെറ്റീരിയലാണ് വാളായിട്ട് ഉപയോഗിക്കേണ്ടത്, ഫ്ലോർ എങ്ങനെ ഡിഫൈൻ ചെയ്യാം, ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന അതിൻ്റെ സ്ട്രാറ്റജി ലെവൽ ആളുകൾ അല്ലെങ്കിൽ മാനേജേഴ്സാണ് അതിൻ്റെ സെക്കൻഡ് പാർട്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വിഷണറി പേഴ്സൺ ആകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി പേഴ്സൺ ആകാം. അതായത് ആൾ പറയുന്ന അനുസരിച്ച് അതിൻ്റെ സ്ട്രാറ്റജി മെനഞ്ഞു കൊടുക്കുന്ന ആളാവും. അപ്പം സ്ട്രാറ്റജി മെനഞ്ഞു. ഇനി അവരാണോ അത് ശരിക്കും കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത്? കൺസ്ട്രക്ട് ചെയ്താരാ? സാധാരണ ആളുകളായിരിക്കും. അതായത് അവരോട് പറഞ്ഞിട്ടായിരിക്കും. അത് ചിലപ്പോൾ ഇന്ത്യൻസ് ആകാം, ബംഗ്ലാദേശി ആകാം, പാകിസ്ഥാനിലുള്ള ആളുകളായിരിക്കാം, അല്ലെങ്കിൽ കുറേ എൻജിനീയേഴ്സും അതിൻ്റെ താഴെയുള്ള ആളുകളായിരിക്കും. അവരോട് പറഞ്ഞിട്ടായിരിക്കും ഇവിടെ ഒരു വലിയ കുഴി കുത്തണം. അപ്പോൾ അവർ കുഴി കുത്തി. ഇനി കമ്പി ഇവിടെ വെക്കണം, കമ്പി വെച്ചു. ഇനി കോൺക്രീറ്റ് ഇടണം, അവരത് കോൺക്രീറ്റ് ഇട്ടു. അങ്ങനെ അവർ ആ കോൺക്രീറ്റ് ഇട്ടു, ആ സ്റ്റീൽമ വീണ്ടും സ്റ്റീൽ കയറ്റി, അങ്ങനെ കയറ്റി കൊണ്ടുവന്നപ്പോൾ ഈ പണിത ആളുകൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കും എൻ്റെ അമ്മ ഇത് എവിടേക്ക് അത് പോകുന്നത്. അതായത് യഥാർത്ഥത്തിൽ അത് പണിതത് ഇംപ്ലിമെൻറ്റിങ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ ഇംപ്ലിമെൻറ്റിങ് ടീമുണ്ട്. അപ്പോൾ ഒരു 70% സമൂഹത്തിൽ നിൽക്കുന്ന ഇംപ്ലിമെൻറ്റിങ് ആളുകളാണ്. 70% ആണ്. അപ്പോൾ അതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്, ഒരുപാട് പേർക്ക് വർക്ക് ചെയ്യാം, ഫൈനായിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ഇനി 20% ആളുകൾ ചെയ്യുന്നത് 20% ആണ് സ്ട്രാറ്റജി ടീം. സ്ട്രാറ്റജി അതിനുള്ള തന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ആളുകൾ. നെക്സ്റ്റ് 10% ആണ് വിഷണറി പേഴ്സൺസ്. അതായത് സമൂഹത്തിൽ 3 കാറ്റഗറി ആളുകളിൽ വിഷണറി പേഴ്സൺ, സ്ട്രാറ്റജി ടീം, ഇംപ്ലിമെൻറ്റിംഗ് ടീം. ഇതിനൊന്നും കൂടെ ഞാൻ പറയട്ടെ,
അതിനകത്ത് തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ വിഷണറി പേഴ്സൺ ഫ്യൂച്ചറിനെയാണ് കാണുന്നത്. ഫ്യൂച്ചറിനെ കണ്ടുകൊണ്ട് വർക്ക് ചെയ്യുന്ന ആളാണ് വിഷണറി പേഴ്സൺ. വരാൻ പോകുന്ന കാര്യങ്ങളെ കണ്ടു പെരുമാറുന്ന പ്രവർത്തിക്കുന്ന ആളുകളാണ് വിഷണറി പേഴ്സൺ. വരാൻ പോകുന്ന യുണീക്കായിട്ട് ആശയങ്ങളെ കൊണ്ടുവരുന്ന ആളാണ് വിഷണറി പേഴ്സൺ. രണ്ടാമത്തത് സ്ട്രാറ്റജി ടീം ചെയ്യുന്നത് പഴയ അനുഭവങ്ങൾ വെച്ചിട്ട് പാസ്റ്റിനെ വെച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് സ്ട്രാറ്റജി ടീം. അപ്പോൾ ഫ്യൂച്ചർ ചെയ്യുന്നത് വിഷ്വലൈസിങ് ടീം, സ്ട്രാറ്റജി ചെയ്യുന്നത് പാസ്റ്റിനെ വെച്ചുകൊണ്ട് ആണ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് കാറ്റഗറി ഇംപ്ലിമെൻറ്റിംഗ് ടീം ചെയ്യുന്നത് പ്രസൻറ്റ് കണ്ടീഷനിലാണ്, പ്രസൻറ്റിലുള്ള ആളുകളാണ്. ഇപ്പോൾ പ്രസൻറ്റിലുള്ള ആളുകൾ 70% ചെയ്യുന്നു, പാസ്റ്റിനെ വെച്ചുകൊണ്ട് 20% ചെയ്യുന്നു, ഫ്യൂച്ചറിനെ വെച്ചുകൊണ്ട് 10% ചെയ്യുന്നു. അങ്ങനെ ഈ 3 കാറ്റഗറി ആളുകൾ ഒരുമിച്ച് നിൽക്കുമ്പോഴാണ്, ടീമായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പുതിയ ഇന്നോവേറ്റീവായ ആശയങ്ങളോ ഒരു പ്രത്യേക ബിൽഡിങ്ങോ അല്ലെങ്കിൽ ഒരു വാഹനമോ ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ പുറകിൽ ഈ 3 കാറ്റഗറി ആളുകളുണ്ട്. ഇതെന്തിനാ പറഞ്ഞെന്നറിയൂ, നമ്മൾ ഏത് കാറ്റഗറിയിലേക്ക് വരും എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയണം. നമുക്ക് ഇംപ്ലിമെൻറ്റിംഗ് ആണോ, നമുക്കൊരു പുതിയ ആശയങ്ങളൊന്നും വരുന്നില്ല മനസ്സിലായി, എനിക്ക് അതിനുള്ള ഒബ്ലാങ്കട്ടൊന്നുമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ആശയങ്ങളില്ലാത്ത ആൾക്ക് വേണമെങ്കിൽ, പക്ഷേ ഒരു ആശയങ്ങൾ തരുവാണെങ്കിൽ അതിന് കൃത്യമായിട്ട് വരയ്ക്കാൻ എനിക്കറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്ട്രാറ്റജി ആവാം. അത് കൃത്യമായിട്ട് വരയ്ക്കാനുള്ള കഴിവ് എനിക്കുണ്ട്, അപ്പോൾ സ്ട്രാറ്റജിയിൽ വരാം. ഇനി അതും ഇല്ലെങ്കിൽ ഒന്നും വേണ്ട, ഈ 2 പേര് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആളാകാം. ഇതിനും കുറേ ആളുകൾ വേണം. അപ്പോൾ ഈ കാറ്റഗറിയിൽ ഏതിലേക്ക് നമ്മൾ വരത്തണമെന്ന് തീരുമാനിക്കാനുള്ളൊരു കഴിവ് നമുക്കുണ്ടായിരിക്കണം. അത് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡിനൊക്കെ വെച്ച് നോക്കണം, ഏതാണ് എനിക്ക് പറ്റുക. ഏതെങ്കിലും ഒരു മേഖലയിൽ നമുക്ക് ശോഭിക്കണം. എല്ലാ മേഖലയ്ക്കും അതിനകത്ത് സാധ്യതകളുണ്ട്. ഒരു മേഖലയും മോശമല്ല കേട്ടോ, വർക്ക് ചെയ്യുന്നത് മോശമല്ല, നല്ല വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട്. ചിലവർക്ക് വരയ്ക്കാനൊക്കെ കൊടുക്കാൻ കൃത്യമായിട്ട് വരച്ചു തരും. ഒരു ഫർണിച്ചർ ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ കൃത്യമായിട്ട് ഫർണിച്ചർ ഉണ്ടാക്കി തരും, കറക്റ്റ് അളവിന് ഉണ്ടാക്കി തരും. അങ്ങനെ നിരവധി ആളുകൾ ഒരു ഷർട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറഞ്ഞാൽ കറക്റ്റ് അളവിന് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളുണ്ട്. അതൊക്കെ ഇംപ്ലിമെൻറ്റിംഗ് ടീമാണ്. അതൊന്നും മോശപ്പെട്ട ജോബല്ല, ഏത് ജോബിലേക്ക് വേണമെങ്കിൽ നമുക്ക് വരാം. പക്ഷേ ഈ 3 കാറ്റഗറിയിൽ ഏതിലേക്കാണ് നമ്മുടെ ഒരു കഴിവ് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡ് നോക്കിയിട്ട് അതിലേക്ക് വരാൻ കഴിയണം. ഇതാണ് ഈ മോഡ്യൂളിൻ്റെ പ്രത്യേകത. കൃത്യമായി വിചാരിക്കുന്നു, മനസ്സിലാവുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീണ്ടും നിങ്ങൾ ഇവിടെ നിങ്ങളുടെ വർക്ക്ഷീറ്റ് സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഏത് കാറ്റഗറിയിൽ പെടും, എനിക്ക് പുതിയ ആശയങ്ങൾ വരാറുണ്ടോ, അതിൽ എത്ര കാലം എൻ്റെ കൂടെ നിൽക്കും, അത് എനിക്ക് ഒരു കാര്യം പറഞ്ഞത് പെട്ടെന്നൊരു സൊല്യൂഷൻ കാണാനുള്ള കഴിവുകൾ എന്നിലുണ്ടോ, ഒരു കാര്യം പറയുമ്പോൾ അതിനൊരു ഐഡിയ തപ്പിയെടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഐഡിയ ഞാൻ തപ്പി പോകാൻ പറ്റുന്നുണ്ടോ, ഇതൊന്നില്ല ഒരു വർക്ക് തന്നാൽ ഭംഗിയായിട്ട് ഞാൻ ചെയ്യാറുണ്ട്, എനിക്ക് ഭംഗിയായിട്ട് ചെയ്യാൻ കഴിയും, ഞാൻ കൃത്യമായിട്ട് ചെയ്യാറുണ്ട് എന്ന് അടിച്ചു വാരുന്ന ചേച്ചി കൃത്യമായിട്ട് അടിച്ചു വാരുന്നതുകൊണ്ടാണ് പല സ്ഥാപനങ്ങളും വൃത്തിയായിട്ട് കിടക്കുന്നത്. അപ്പോൾ അടിച്ചു വരുന്ന ജോബും നല്ലതാണ്. അപ്പോൾ ഏത് കാറ്റഗറിയിലേക്ക് വേണമെങ്കിൽ പോകാം, പക്ഷേ അതിലേക്ക് നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് എന്താണ് എന്ന് നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മളെ ബിൽഡ് ചെയ്യാം. ക്ലിയർ അല്ലേ? ഇത് ഒരു അടുത്ത ഈ ലെസനാണ്. ഈ ലെസൺ വളരെ തറവായിട്ട് നോക്കുക. എവിടെയാണ് ഇതിനകത്ത് ഗ്യാപ്പ് ഉണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലാരിറ്റി വേണമെങ്കിൽ നമ്മുടെ ഓൺലൈനിൽ നമ്മൾ വരുന്നുണ്ട്, നിങ്ങളുടെ QA സെഷനുണ്ട്, അതിനകത്ത് ചോദിക്കാം. എനി ഡൗട്ട് ഉണ്ടെങ്കിൽ അതെല്ലാം നോട്ട് ചെയ്ത് പോവുക. ഈ സ്ക്രബ്ലിംഗ് ബുക്കിനെ നോട്ട് ചെയ്ത് പോകുക. ആ ബുക്കിനകത്തുള്ള ഡൗട്ടുകൾ എന്ത് പൊട്ടത്തരമാണെങ്കിലും ചോദിക്കുക. കാരണം സമൂഹത്തിലല്ലല്ലോ, എന്നോടല്ലേ ചോദിക്കുന്നത്. ചോദിച്ച് മനസ്സിലാക്കിയിട്ട് കൃത്യമായ അറിവോടുകൂടെ ബ്രീഫ് കേഴ്സിനെ ഫിൽ ചെയ്യുക. അതിലേക്ക് വരുവാണ്. റെഡി അല്ലേ? താങ്ക് യു വെരി മച്ച്. നിർത്തുവാണ്. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ബൈ.